രാമായണ മാസം ആരംഭിച്ചാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കും. എന്നാൽ ആ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയും പ്രാധാന്യം? അതിനു പിന്നിൽ ഒരു മനോഹരമായ ഐതിഹ്യമുണ്ട്. പുരാതന വിശ്വാസപ്രകാരം കടലിൽ മീൻ പിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ദിവ്യ വിഗ്രഹം ലഭിച്ചു. സാധാരണ കല്ലല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. പിന്നീട് ആ വിഗ്രഹം ഭക്തിപൂർവം കരയിലെത്തിച്ചു. ആ ദിവ്യ വിഗ്രഹം പിന്നീട് തൃപ്രയാറിൽ പ്രതിഷ്ഠിക്കപ്പെട്ടുവെന്നാണ് ക്ഷേത്ര പരമ്പരയിലെ ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൽ ശ്രീരാമൻ സാധാരണ രാമസ്വരൂപം മാത്രമല്ല, മഹാവിഷ്ണുവിൻ്റെ ദിവ്യശക്തിയും ഉൾക്കൊള്ളുന്ന രൂപമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രാർത്ഥിച്ചാൽ മനസ്സിന് സമാധാനവും കുടുംബത്തിൽ ഐക്യവും ജീവിതത്തിൽ ധൈര്യവും ലഭിക്കുമെന്നാണ് തലമുറകളായി വിശ്വാസം. രാമായണ മാസമായ കർക്കിടകത്തിൽ കേരളത്തിലെ അനേകം വീടുകളിൽ ആധ്യാത്മരാമായണം പാരായണം ചെയ്യുന്ന പതിവുണ്ട്. ആ പാരായണത്തോടൊപ്പം ശ്രീരാമൻ്റെ അനുഗ്രഹം തേടി കുടുംബസമേതം തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുന്നവരും അനേകരാണ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രം ആയിരക്കണക്കിന് ദീപങ്ങളുടെ പ്രകാശത്തിലും ഭക്തരുടെ നാമജപത്തിലും ആത്മീയത നിറഞ്ഞ അന്തരീക്ഷമായി മാറുന്നു. ആ ഭക്തിനിർഭരമായ അനുഭവം ഒരിക്കലെങ്കിലും അനുഭവിക്കണമെന്നാണ് പലരുടെയും ആഗ്രഹം. തൃപ്രയാർ ക്ഷേത്രം നാലമ്പല തീർത്ഥയാത്രയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായും അറിയപ്പെടുന്നു. ശ്രീരാമനോടൊപ്പം ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർക്കായി സമർപ്പിച്ച 4 ക്ഷേത്രങ്ങൾ ഒരേ ദിവസം സന്ദർശിക്കുന്നത് വളരെ പുണ്യകരമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ രാമായണ മാസത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ തീർത്ഥയാത്ര നടത്താറുണ്ട്. ഇതൊരു ക്ഷേത്ര സന്ദർശനം മാത്രമല്ല, ശ്രീരാമൻ്റെ ധർമ്മവും സത്യവും കരുണയും ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള ഒരു ആത്മീയ യാത്ര കൂടിയാണ്. നിങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ രാമായണ മാസത്തിൽ ഒരിക്കലെങ്കിലും തൃപ്രയാർ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കൂ. അവിടുത്തെ ശാന്തതയും ഭക്തിയും നിങ്ങൾക്ക് ഒരു പ്രത്യേക അനുഭവം സമ്മാനിച്ചേക്കാം.